വീണ്ടും പാക് പ്രകോപനം അതിർത്തിയിൽ ഉണ്ടായിരിക്കുന്നു. ഉറി സെക്ടറിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്ത്യൻ സേന തിരിച്ചടിച്ചു. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, ഉറിയിൽ തന്നെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? വിവരങ്ങൾ വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അതിർത്തിയിൽ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. പാകിസ്ഥാൻ ഇന്ത്യൻ സേനയ്ക്ക് നേരെ വെടിയുതിർത്തു. ഇതിനെ തുടർന്ന് ഇന്ത്യൻ സേനയും തിരിച്ചടിച്ചു. ഇപ്പോഴും ചെറിയ രീതിയിൽ വെടിവയ്പ് അതിർത്തിയിൽ തുടരുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. നിലവിൽ ഈ UN-ലടക്കം മനുഷ്യാവകാശ കൗൺസിലടക്കം ഇന്ത്യ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നും ഭീകരാക്രമണം പാകിസ്ഥാൻ വളർത്തുകയാണെന്നും അതോടൊപ്പം അതിർത്തിക്കപ്പുറമുള്ളവരാണ് ഉറി സൈനിക കേന്ദ്രത്തിലെ അകത്ത് കയറി ഭീകരാക്രമണം നടത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും വ്യക്തമാക്കിയിരുന്നു. ഇത് പറഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് ഇപ്പോൾ വീണ്ടും അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ സേനയ്ക്ക് നേരെ ഇവർ പ്രകോപനപരമായി വെടിയുതിർക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ഇന്ത്യൻ സേനയും തിരിച്ച് വെടിയുതിർത്തു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും വെടിവയ്പ് നടക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിൽ ഈ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം, കൊലപാതകം, സ്ഫോടന വസ്തു ഉപയോഗം എന്നീ വകുപ്പുകളൊക്കെ കൂടാതെ രാജ്യദ്രോഹത്തിനുള്ള UAPA നിയമം കൂടി ചുമത്തി നിലവിൽ NIA കേസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. പ്രാഥമികഘട്ട NIA അന്വേഷണത്തിലും സൈന്യം സ്ഥിരീകരിച്ചതുപോലെ ഈ ഭീകരർ ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം പാകിസ്ഥാനിൽ നിന്ന് നിർമ്മിച്ചതാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ കൂടി ഈ പാകിസ്ഥാനെതിരെ ഇന്ത്യ നിലപാട് കടുപ്പിച്ച് നിലവിൽ UN മനുഷ്യാവകാശ കൗൺസിലടക്കം വ്യക്തമാക്കിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. നിലവിൽ ഈ രാജ്യാന്തര തലങ്ങളിൽ പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ ഇന്ത്യയുടെ അമർഷം രേഖപ്പെടുത്തുമെന്ന് വ്യക്തമാക്കിയിരുന്നു. UN കൗൺസിലിൽ നിലപാട് അറിയിച്ചതിന് പിന്നാലെ ഐക്യരാഷ്ട്ര സഭയിലെ അടക്കം ഈ നിലപാട് വ്യക്തമാക്കുമെന്ന് ഇന്ത്യ അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. ഈ 26-ന് UN ജനറൽ അസംബ്ലിയിലും ഈ നിലപാട് ഇന്ത്യ ഉന്നയിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അതിർത്തിയിൽ പാക് പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. ഈ 18 സൈനികർ വീരമൃത്യു വരിച്ച് ഇവർക്ക് രാജ്യം ആദരവ് അർപ്പിച്ച് മണിക്കൂറുകൾക്കകം വീണ്ടും ഹന്ദ്വാര പോലീസ് പോസ്റ്റിൽ ഇന്നലെ രാത്രി വീണ്ടും വെടിവയ്പ് ഉണ്ടായിരുന്നു. ഇതിലൊരു ഭീകരൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ കൂടുതൽ സൈനികർ ഈ കാശ്മീർ മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട് എന്ന സ്ഥിരീകരണം സൈന്യത്തിന് ലഭിക്കുകയും തിരച്ചിൽ ഊർജിതമാക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും അതിർത്തിയിൽ വെടിവയ്പ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ശ്രദ്ധേയം. ഇതിൽ എടുത്തു കാണേണ്ട മറ്റൊരു കാര്യം, ഇത്തരത്തിൽ വെടിവയ്പും മറ്റും നടത്തിയാണ് ഈ മറവിലാണ് കൂടുതൽ ഭീകരർ നുഴഞ്ഞുകയറ്റവും മറ്റും അതിർത്തിയിലൂടെ നടത്താറുള്ളത്. ഒരുപക്ഷെ ഇത്തരത്തിൽ വെടിവയ്പ് നടത്തി അതിന്റെ മറവിൽ കൂടുതൽ ഭീകരർ ഈ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തുന്നതാണോ എന്നൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു നുഴഞ്ഞുകയറ്റത്തിനും മറ്റുമായി പാക് സൈനികർ സഹായം നൽകാറുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗവും സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ നേരത്തെ വിലയിരുത്തുകയും ഔദ്യോഗികമായി പറയുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റത്തിന് മറ്റൊരു സാഹചര്യം സൃഷ്ടിക്കാനായി പാകിസ്ഥാൻ വീണ്ടും ഇപ്പോൾ പ്രകോപനപരമായ വെടിയുതിർക്കൽ ഉണ്ടാക്കുന്നതാണോ എന്ന സംശയവും നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ കൂടുതൽ ഭീകരരെ കൂടി ഈ കാശ്മീരിൽ നുഴഞ്ഞു കയറി ഇത്തരത്തിൽ ആക്രമണ പദ്ധതി ഇട്ടേക്കാം എന്നൊരു സൂചനയും രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരുന്നു. ഇതിനാൽ രാജ്യത്തെ സുപ്രധാന നഗരങ്ങളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും പാക് പ്രകോപനം എന്നതാണ് ശ്രദ്ധേയം. ഈ പ്രകോപനത്തിന്റെ മറവിൽ ഇനിയും ഭീകരർ അതിർത്തി വഴി കാശ്മീരിൽ എത്തുമോ എന്ന കാര്യവും ആശങ്കയുണർത്തുന്നുണ്ട്. ഒരുപക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏത് വിധത്തിലും തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് UN-ൽ ഇന്നെടുത്തിരിക്കുന്ന നിലപാടുകൾ അടക്കമുള്ള വിഷയങ്ങൾ ഇതൊക്കെ വീണ്ടും പ്രകോപിപ്പിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. വീണ്ടും സമാധാനത്തിന്റെ വഴിയെ കാര്യങ്ങൾ നീങ്ങില്ല എന്ന സൂചന കൂടി വരുന്നുണ്ടോ വീണ്ടും ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ? പാകിസ്ഥാൻ നിലപാട് കടുപ്പിക്കുകയാണെന്ന് ഇന്നലെ തന്നെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. ആദ്യം ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് ഇന്ന് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ചില പ്രതികരണങ്ങൾ നടത്തിയപ്പോൾ പാക് വിദേശകാര്യ ഉപദേഷ്ടാവ് സർത്താജ് അസീസ് ഇന്ത്യയുടെ ആരോപണങ്ങൾ തള്ളിയിരുന്നു. ആദ്യം കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്ത്യ നിർത്തട്ടെ, ഇതിനുശേഷം പാകിസ്ഥാനെതിരെ ഒരു ആരോപണം ഉന്നയിക്കട്ടെ എന്നാണ് സർത്താജ് അസീസ് പ്രതികരിച്ചിരുന്നത്. ഇതിന് പിന്നാലെ ഇന്ന് ഇന്ത്യൻ മാധ്യമങ്ങളടക്കം പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം തേടിയിരുന്നു. എന്നാൽ മാധ്യമങ്ങൾ മുമ്പ്
മുൻപാകെ ഈ ഭീകരാക്രമണം സംബന്ധിച്ച് ഒരു വിശദീകരണമോ പ്രതികരണമോ മറ്റും നൽകാൻ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് തയ്യാറായില്ല. മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മാത്രമാണ് പ്രധാനമന്ത്രി ഇന്ന് നിലപാട് കാണിക്കുകയും ചെയ്തിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ UN കൗൺസിലിൽ പാകിസ്ഥാന്റെ നിലപാടിലെ എതിർപ്പ് വ്യക്തമാക്കിയത്. അതിർത്തിക്കപ്പുറമുള്ളവരാണ് ഈ നിലവിലെ സൈനിക കേന്ദ്രത്തിനകത്തുള്ള ഭീകരാക്രമണത്തിന് പിന്നിലെന്നും പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുകയാണെന്നുമുള്ള നിലപാട് കടുപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഇതിന് പിന്നാലെ എടുത്തു കാണേണ്ട മറ്റൊരു കാര്യം, വിവിധ രാജ്യങ്ങളിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് കൂടാതെ വിവിധ രാജ്യങ്ങളിൽ ഈ പാകിസ്ഥാന്റെ നിലപാട് ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെ അയക്കുവാനും ഇന്ത്യ ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നു. ഇതിന്റെ ഒരു നിർദ്ദേശവും നൽകി. ഇതിന്റെ രൂപരേഖ തയ്യാറാക്കി നിലവിൽ വിവിധ രാജ്യങ്ങളിലെത്തി പാകിസ്ഥാൻ നടത്തുന്ന അതിർത്തി ലംഘനങ്ങൾ, ഭീകരതയെ പിന്തുണയ്ക്കുന്ന നിലപാട് എന്നിവ വ്യക്തമാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥരെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുമെന്നും അറിയിച്ചിരുന്നു. ഈ ഒരു മനുഷ്യകരാണ് വിവരങ്ങൾ നൽകിയത്. അതിർത്തിയിൽ വീണ്ടും പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഉറിയിൽ ഭീകരാക്രമണം ഉണ്ടായി. ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട്. ഏതായാലും കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ലഭിക്കുന്നത്.